ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 45 ബാലലീല. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1-2. അയി സബലമുരാരേ ഫണിജാനുപ്രചാരൈ കിമവിഭവനഭാഗാൻ പൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരസിഞ്ച ശ്രവണകുതുകഭാജൗ ചേരദുച്ചാരവേഗാൻ. അന്വയം. അർത്ഥം. ഐ അല്ലയോ, സബലമുരാരേ ബലരാമനോട് കൂടിയ കൃഷ്ണ, ചലിത ചരണ കഞ്ചോ ഇളകുന്ന താമരയ്ക്കൊത്ത കാലുകളോട് കൂടിയവരും, ഫണിജാനു പ്രചാരൈ കൈകുത്തി മുട്ടുകൊണ്ട് നടക്കുകയാൽ, ഭവനഭാഗാൻ ഗൃഹാന്തർഭാഗങ്ങളെ, കിമപി വർണ്ണിക്കാൻ വയ്യാത്ത തരത്തിൽ, ഭൂഷയന്തൗ അലങ്കരിക്കുന്നവരുമായ, ഭവന്തൗ ഭവാന്മാർ, മഞ്ജുമഞ്ജീര സിഞ്ചാശ്രവണ കുതുകഭാജൗ മനോഹരമായ കാൽച്ചിലമ്പുകളുടെ ശ്രവണത്താൽ കൗതുകമുള്ളവരായി, വേഗാൻ വേഗത്തിൽ, ചാരു മനോഹരമായി, ചേരതു സഞ്ചരിച്ചു. സാരം. താമരപ്പൂവിന് തുല്യമായ പാദങ്ങൾ ചലിപ്പിച്ച് മുട്ടുകുത്തി നടന്നു ഗൃഹത്തിനാകെ ശോഭാവഹമാക്കി തീർത്തു. ഇളകുന്ന കാൽച്ചിലമ്പുകളുടെ ശബ്ദം കേൾക്കാൻ കൂടുതൽ വേഗം അവർ നടത്തയിൽ ആവിഷ്കരിച്ചു. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. മൃദു മൃദു വികസന്തൗ ഉന്മിഷന്തന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്ത വ്യാലകൻ കങ്കണാംഗൗ മതിം അഹരതമുച്ചൈ പശ്യതാം വിശ്വന്യൂണാം. അന്വയം. അർത്ഥം. മൃദു മൃദു വളരെ മൃദുവായി, വികസന്തൗ ചിരിക്കുന്നവനും, ഉന്മിഷദന്തവന്തൗ വെളിയിൽ കാണുന്ന പല്ലുകളോടു കൂടിയവരും, വദന പതിത കേശവും മുഖത്ത് വീണുകിടക്കുന്ന രോമം തലമുടിയോടുകൂടിയവരും, ദൃശ്യപാദാബ്ജദേശവും മനോഹരങ്ങളായ പാദങ്ങളാകുന്ന താമരയോടുകൂടിയവരും, ഭുജഗളിത കരാന്ത വ്യാലകൻ കങ്കണാംഗൗ കൈത്തണ്ടിൽ നിന്നും തെന്നി അറ്റത്ത് തങ്ങിക്കിടക്കുന്ന കങ്കണങ്ങളോട് കൂടിയവരുമായി, പശ്യതാം കണ്ടുകൊണ്ട് നിൽക്കുന്ന, വിശ്വനൃണാം മനുഷ്യരുടെ, മതി മനസ്സിനെ, ഉച്ചൈ അഹരതം ഏറെ വശീകരിച്ചു. ഹരിവു. സാരം. അതിമൃദുവായി ചിരിക്കുകയും പല്ലുകൾ അല്പാൽപ്പം വെളിയിൽ പ്രകാശിപ്പിക്കുകയും മുഖത്തടിഞ്ഞ തലമുടി കൊണ്ട് മനോഹാരിത വർദ്ധിപ്പിക്കുകയും പാദതലങ്ങളെ വിടർന്ന താമരമൂല കാണിക്കുകയും കൈകളിൽ നിന്നും കരാഗ്രങ്ങളിലേക്ക് വളകൾ വഴിഞ്ഞു വീഴുന്നതിനാൽ കൂടുതൽ ക്രീഡാരസത്തെ കാട്ടുകയും ചെയ്യുന്ന ബലരാമനെയും ശ്രീകൃഷ്ണനെയും നോക്കിക്കൊണ്ട് രസിക്കുന്ന ആമ്പാടിയിലെ ഗോപന്മാർക്കും ഗോപവനിതമാർക്കും എല്ലാം സന്തോഷം ഏറെ പകർന്നു അവരുടെ ഹൃദയങ്ങളെ ആകർഷിച്ചു. ഹരിവു.